ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന 5ാം ക്ലാസ്സിൻ്റെ ബേസിക് പരീക്ഷയുടെ ഉത്തരങ്ങളാണ് നോക്കാൻ പോകുന്നത്. എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? വളരെ സിമ്പിളായിരുന്നു അല്ലേ? എങ്കിൽ നമുക്ക് ഉത്തരങ്ങൾ നോക്കിയാലോ. ഒന്നാമത് കൊടുത്തിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ആഹാര ശൃംഖല കണ്ടെത്താനാണ്. കൂട്ടുകാർ ഏതാണ് എഴുതിയത്? ഉത്തരം പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ചേരയുടെ എണ്ണം കുറഞ്ഞു വരുന്നു. അപ്പോൾ പിന്നെ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ വിശദീകരിക്കാനാണ് പറഞ്ഞത്. ഒരു ആഹാര ശൃംഖല കൊടുത്തിട്ടുണ്ട്: നെല്ല്, എലി, ചേര, പരുന്ത്. അപ്പോൾ എന്താവും? പരുന്തിന് ഭക്ഷണ കിട്ടൽ കുറവായിരിക്കും അല്ലേ? അതുപോലെ എന്താണ്, എലികളുടെ എണ്ണം കൂടി വരും. എലികളുടെ എണ്ണം കൂടിയാൽ എന്തായിരിക്കും അവസ്ഥ? കൃഷി നശിപ്പിക്കും അല്ലേ? എലികൾ എല്ലാം കരണ്ട് നശിപ്പിക്കും അല്ലേ? അപ്പോൾ ചേരയുടെ എണ്ണം കൂടെ, എലികളുടെ എണ്ണം കൂടും, അവ കൃഷിയെ ബാധിക്കും. അതുമാത്രമല്ല പരുന്തിന് ഭക്ഷണ സാധ്യതയും കുറയും. ഇങ്ങനെ ഏതെങ്കിലും 2-3 എഴുതിയാൽ മതി. നോക്കി താഴെ കൊടുത്തിരിക്കുന്നവ ഉൾപ്പെടുത്തി ആഹാര ശൃംഖല നിർമ്മിക്കാം. നമുക്കറിയാം, ഒരു ആഹാര ശൃംഖല പറയുമ്പോൾ ആദ്യം നെല്ല്, പിന്നെ അതുപോലെ പുല്ലാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പുല്ല് കൊടുക്കാം, പുൽച്ചാടി കൊടുക്കാം, പുഴു കൊടുക്കാം, കോഴി കൊടുക്കാം അല്ലേ? പിന്നെ പാമ്പ്, തവള കൊടുത്ത് പാമ്പ് കൊടുക്കാം. ഇങ്ങനെ ഒരു ആഹാര ശൃംഖല നമുക്ക് ഉണ്ടാക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കുറേ ജീവികൾ തന്നിട്ടുണ്ട്, അവരുടെ ആവാസം എഴുതാനാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഒട്ടകം എവിടെ ഉണ്ടാവും? മരുഭൂമിയിലാണല്ലേ? അതുപോലെ കടുവ കാട്ടിൽ അല്ലെങ്കിൽ വനത്തിൽ. പിന്നെ പറഞ്ഞു ധ്രുവക്കരടി ആർട്ടിക് മേഖല അല്ലെങ്കിൽ ധ്രുവപ്രദേശത്താണ്. പിന്നെയുള്ളത് ഏതാ? ഡോൾഫിൻ കടലിൽ. ഇനി അതിൽ ബി ക്വസ്റ്റ്യൻ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അത് എന്നാണ് ചോദിച്ചത്. ആഫ്രിക്കൻ മുഷി. ഓക്കെ. ഇനി അതിൽ സി ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്ത് നോക്കാം. സി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അവിടെ കറക്റ്റായിട്ട് നിറം നമുക്കറിയാം. ഏതാണ്? ഓറഞ്ച് ഉള്ളത് ഏതാണ്? ഓറഞ്ച് കരോട്ടിനാണ്. അതുപോലെ മഞ്ഞ സാന്തോഫിൻ, അതുപോലെ ചുവപ്പ് ആന്തോസയൻ, പിന്നെ ബാക്കിയുള്ള പച്ച ഹരിതകം. അതിൽ ഓപ്ഷൻ ഏതാണ്? സി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. അപ്പോൾ സി ക്വസ്റ്റ്യനിൽ സി ആണ് കറക്റ്റ് ഓർഡർ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ഓക്സിജൻ, ബി കാർബൺ ഡൈ ഓക്സൈഡ്. അതുപോലെ 3 ബിയിൽ എയുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ? അവിടെ ഒരു സസ്യത്തിൻ്റെ പേര് ഏതാണ് ഉണ്ടായിരുന്നു? എ ഇത്തിൽ കണ്ണി. അതിൽ ബി എന്തെങ്കിലും മരവാഴ പറയുന്നത് മാതിരി എഴുതാനാണ് പറഞ്ഞത്. എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നത് മാത്രമാണ് എന്നെല്ലാം പറഞ്ഞ് നമുക്ക് എഴുതാം മരവാഴ പറയുന്നത്. ഇനി അതിൽ സി ക്വസ്റ്റ്യൻ എൻ്റെ ആൻസർ ഏതാണ്? സി ആണ് കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 4 എ ഡെങ്കിപ്പനി വരുത്തുന്നത് ഏതാ? കൊതുക് നേടിയാൽ മതി. പിന്നെ അതുപോലെ 4 എ കഴിഞ്ഞു. ബി എന്താണ്? ഇത് ഒഴിവാക്കാൻ, ഈ ജീവി വരുത്തുന്ന സാഹചര്യം ഒഴിവാക്കാൻ 2 മാർഗ്ഗങ്ങൾ നിങ്ങൾക്ക് എഴുതാമല്ലേ? വെള്ളം നിറഞ്ഞിരിക്കുന്നതെല്ലാം ഒഴിവാക്കി ക്ലീൻ ആക്കുക. അങ്ങനെ എന്തെങ്കിലും 2 റീസൺ എഴുതാം. പിന്നെ അതിൽ സി എന്തായിരുന്നു? സി ഒരു ബോക്സ് തന്നിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യാനാണ്. എക്ക് ഹെഡിങ് ഇല്ല, അപ്പോൾ ഹെഡിങ് നമുക്ക് കൊടുക്കാം. പകരുന്ന രോഗങ്ങളിൽ നിന്ന് മറ്റേതാണ് ബി. അങ്ങനെയാണെങ്കിൽ അത് പകരാത്ത രോഗങ്ങൾ. എന്നിട്ട് പകരാത്ത 2-3 രോഗം, ഒരു രോഗം കൂടി എഴുതാം. അതിൽ ക്യാൻസർ, ഹൃദ്രോഗം, പ്രമേഹം കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി മറ്റു കുളത്തിൽ പകരുന്ന രോഗങ്ങളാണ്. പകരുന്ന രോഗങ്ങൾ നിങ്ങൾക്കറിയുന്ന ഏതെങ്കിലും പകരുന്ന 2 രോഗങ്ങളുടെ പേര് എഴുതാം. വളരെ സിമ്പിളായിരുന്നു അല്ലേ ക്വസ്റ്റ്യൻ? ഓക്കെ. 4 ബിയിൽ 1 മണ്ണിലൂടെ പകരുന്ന രോഗം ഏതെങ്കിലും എഴുതാം അല്ലേ? വിരശല്യോ, അങ്ങനെ മണ്ണിലൂടെ പകരുന്ന ടെറ്റനസ് ഏതെങ്കിലും എഴുതാം. രണ്ടാമത് അതിൽ കൊടുക്കുന്ന ക്ഷയം എങ്ങനെ പകരുന്നത്? വായുവിലൂടെ. അതേപോലെ ജലം, ഭക്ഷണം വഴിയെല്ലാം പകരുന്നതാണ് ടൈഫോയിഡ്, വയറിളക്കം. ടൈഫോയിഡൊക്കെ ഭക്ഷണത്തിലൂടെ, കോളറ ഇതൊക്കെ ഭക്ഷണത്തിലൂടെ വരുന്നതാണ്. അതിൽ 4ാമത്തെ എന്താണ്? മനുഷ്യ സമ്പർക്കം. ഓക്കെ. അതിൽ ബി ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തെങ്കിലും രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട 4 കാരണങ്ങൾ എഴുതിയാൽ മതി. അതിൽ സി ക്വസ്റ്റ്യൻ ഏതാണ്? പ്രസ്താവന ശരിയാണ്, കാരണവും ശരിയാണ് എന്ന് എഴുതിയാൽ മതി സിയിൽ. നമുക്കപ്പോൾ ബാക്കി 2 ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.